നമസ്കാരം, കേരളായി ന്യൂസിലേക്ക് സ്വാഗതം. സേവനം ഒരു ജോലി മാത്രമല്ല, ഒരു പ്രതിബദ്ധത കൂടിയാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന 15 അധ്യാപകർക്ക് നൽകിയ യാത്രയയപ്പ് സംഗമം ഒരു ഔപചാരിക ചടങ്ങിനേക്കാൾ ഏറെ അർത്ഥവത്തായ നിമിഷങ്ങളായി മാറി. അധ്യാപക ജീവിതത്തിൻ്റെ സമർപ്പണത്തിന് സമൂഹം അർപ്പിച്ച ആദരവിനൊപ്പം റമദാൻ മാസത്തിൻ്റെ ആത്മീയ സൗഹൃദം കൂടി പങ്കിട്ട ഇഫ്താർ സംഗമവും ഈ പരിപാടിക്ക് കൂടുതൽ ഐക്യത്തിൻ്റെ നിറം പകർന്നു. ഹൃദയഹാരിയായ നിമിഷങ്ങൾ. ഇന്ന് ഇവിടെ ഈ മലപ്പുറത്ത് ഈ ഖായിദെ മില്ലത്ത് സൗദത്തിൽ ഒരു യാത്ര അയപ്പ് ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ ഇതൊരു സാധാരണ ചടങ്ങല്ല. ഇത് ഒരു സേവന കാലത്തിന്റെ സമാപനം മാത്രമല്ല, ഒരു ജീവിത മിഷന്റെ ആഘോഷമാണ്. വർഷങ്ങളോളം ഒരു ക്ലാസ് മുറിയുടെ മുന്നിൽ നിന്നും ചോക്ക് പിടിച്ച കൈകൾ, അധ്യാപക സംഘടനാ രംഗത്ത് നേതൃത്വം കൊടുത്ത ഹൃദയങ്ങൾ, അവ ഇന്ന് വിശ്രമത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആ കൈകൾ സ്പർശിച്ച മനസ്സുകൾ, അവ ഒരിക്കലും വിരമിക്കുന്നില്ല. ഒരു അധ്യാപകൻ വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ജോലിയുടെ അവസാനം മാത്രമല്ല, ഒരു തലമുറയുടെ ബാല്യത്തിന്റെ ഭാഗം ഇന്ന് ഓർമ്മയായി മാറുകയാണ്. ക്ലാസ് മുറിയിലെ ആദ്യ ദിവസം ഒന്ന് ഓർത്തു നോക്കൂ. ഭയത്തോടെ ഇരുന്ന കുഞ്ഞുങ്ങൾ, അവരെ ആത്മവിശ്വാസത്തോടെ ഉയർത്തിയ ആ ശബ്ദം, നിനക്ക് കഴിയും, നിനക്ക് മാഷില്ലേ എന്ന് പറഞ്ഞ ആ ശബ്ദം എത്ര ജീവിതങ്ങൾ മാറ്റിമറിച്ചിരിക്കാം. അധ്യാപകൻ പഠിപ്പിച്ചത് പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ മാത്രമല്ല, ജീവിതം എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിച്ചു. തോറ്റാൽ വീണ്ടും എഴുന്നേൽക്കണമെന്ന് പഠിപ്പിച്ചു. മനുഷ്യനായിരിക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു അധ്യാപകന്റെ മഹത്വം അവനെടുത്ത ക്ലാസുകളുടെ എണ്ണത്തിലല്ല, അവൻ തെളിച്ച മനസ്സുകളുടെ എണ്ണത്തിലാണ്. ഇന്ന് നാം യാത്രയയപ്പ് നൽകുന്നത് ഒരു വ്യക്തിക്കല്ല, ഒരു കാലഘട്ടത്തിനാണ്. ഈ സ്കൂൾ ഇടവഴികളിലൂടെ നടന്ന കാലടികൾ ഇനി ദിവസേന കേൾക്കില്ല. പക്ഷേ ഓരോ ചുമരിലും അവരുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഉണ്ടാകും. വിദ്യാർത്ഥികൾ വളരും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകും. പക്ഷേ ഒരു ദിവസം ആരെങ്കിലും ചോദിക്കും, നിനക്ക് പ്രചോദനമായത് ആര്? അവിടെ ഒരു അധ്യാപകന്റെ പേര് ഉയരും. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഒരിക്കലും വിരമിക്കുന്നില്ല. അവൻ തന്റെ പാഠങ്ങൾ വഴി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം സമയബന്ധിതമായി എത്തിയ ആ ജീവിതക്രമം, ഓരോ പരീക്ഷയും, ഓരോ ആഘോഷവും, ഓരോ രക്ഷകർത്തൃ യോഗവും എല്ലാം ഇന്ന് ഓർമ്മകളായി മാറുകയാണ്. ഈ യാത്രയയപ്പ് സംഗമം ഒരു വിട പറയൽ മാത്രമല്ല, ഇതൊരു നന്ദി പ്രഖ്യാപനം കൂടിയാണ്. നന്ദി. ക്ലാസ് മുറിയിൽ ക്ഷമ പഠിപ്പിച്ചതിന് നന്ദി. കഠിന സാഹചര്യങ്ങളിൽ പോലും ചിരിയോടെ നിന്നതിന് നന്ദി. അധ്യാപക സംഘടനാ രംഗത്ത് പാറ പോലെ ഉറച്ചു നിന്നതിന് നന്ദി. നമ്മളെ നമ്മളാക്കിയതിന് നന്ദി. ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ശമ്പളം പേ സ്ലിപ്പിൽ എഴുതിയ സംഖ്യയല്ല, വിദ്യാർത്ഥികളുടെ വിജയമാണ്, അവരുടെ നേട്ടങ്ങളാണ്, അവരുടെ മനുഷ്യത്വമാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു സത്യത്തെ തിരിച്ചറിയുന്നു. ഒരു നല്ല അധ്യാപകൻ ഒരു സ്കൂളിനെ മാത്രം മാറ്റുന്നില്ല, ഒരു സമൂഹത്തെ മൊത്തം മാറ്റുന്നു. വിരമിക്കൽ എന്നത് ഒരു അവസാനമല്ല, ഇത് ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കൂടിയാണ്. ഇനി സമയം കുടുംബത്തിനും സ്വന്തം സ്വപ്നങ്ങൾക്കും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും കൂടെ സമൂഹത്തിനും. പക്ഷേ ഓർക്കുക, ഈ സ്കൂളിന്റെ ഓരോ കോണിലും നിങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് ഞങ്ങൾ പറയുന്നത് വിട അല്ല, നന്ദിയാണ്. വീണ്ടും വരണമെന്ന ക്ഷണമാണ്. നിങ്ങൾ എന്നും ഞങ്ങളുടേതാണ് എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അവസാനമായി ഒരു വാക്ക്. ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കും, ഒരു എഞ്ചിനീയർ കെട്ടിടം പണിയും. പക്ഷേ ഒരു അധ്യാപകൻ അവരെല്ലാവരെയും രൂപപ്പെടുത്തുന്നു. അതിനാൽ അധ്യാപകൻ വിരമിക്കുന്നില്ല, അവൻ ചരിത്രമായി മാറുകയാണ്. നിങ്ങളുടെ സേവന ജീവിതത്തിന് KSTU ജില്ലാ കമ്മിറ്റിയുടെ ആദരം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി. വർഷങ്ങളായി ക്ലാസ് മുറികളിൽ അറിവിൻ്റെ വെളിച്ചം വിതച്ച കൈകൾ മാത്രമല്ല,
അധ്യാപക സംഘടനാ രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ഹൃദയങ്ങൾ കൂടിയായ ഈ അധ്യാപകർക്ക് ഇന്ന് സഹപ്രവർത്തകർ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇഫ്താർ മേശയിൽ ഒരുമിച്ചിരുന്ന ആ നിമിഷങ്ങൾ വിദ്യാഭ്യാസ മതഭേദങ്ങൾക്കപ്പുറം മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് വീണ്ടും തെളിയിച്ചു. വിരമിക്കൽ ഒരു അവസാനമല്ല, ഒരു അധ്യാപകൻ്റെ സേവനം പുതിയ രൂപത്തിൽ തുടരുന്ന തുടക്കമാണ്. അധ്യാപകർ വിരമിച്ചാലും അവർ തെളിച്ച വെളിച്ചം ഒരിക്കലും മങ്ങുകയില്ല. ന്യൂസ് സെന്റർ കരുളായി.